Welcome to Arcade Stories. പ്രിയ പ്രണയിനി ഭാഗം 2. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ഇടികപ്പി. മഴയുടെയും ചെണ്ടമേളത്തിന്റെയും ഇടകലർന്ന ശബ്ദങ്ങൾക്കിടയിൽ കൂടി ആ വിളി ഓർമ്മകളുടെ താളുകളിൽ നിന്നും അടർന്നു വീണു. ആമിനാത്തയും ജാഫ്രിക്കയും യാത്ര പറഞ്ഞ് പിരിഞ്ഞപ്പോൾ മുതൽ മഴ പെയ്യുന്നതിന്റെ താളവും ശ്രവിച്ചുകൊണ്ട് ശ്രീഗൗരി ആ ഉമ്മറക്കോലായിൽ ചടഞ്ഞുകൂടിയിരിക്കുകയായിരുന്നു. ഓടിനു മുന്നിലേക്ക് നീക്കി കെട്ടിയിട്ടുള്ള തകര ഷീറ്റിനു മേലെ പതിക്കുന്ന മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ കൊറ്റങ്കാവിലമ്മയുടെ മുടിയേറ്റിന്റെ ചെണ്ടമേളത്തെ തോൽപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് ഏറെ നേരമായി. സന്ധ്യയ്ക്ക് മുന്നേ പകലിനെ കൊയ്തെടുത്ത് ഇരുട്ട് വിതച്ച മഴമേഘങ്ങൾക്കൊപ്പം പിറവിയെടുത്ത കാറ്റിൽ കാവിലെ മരങ്ങൾ ആടി ഉലഞ്ഞു. വീട്ടിൽ നിന്നും കാവിലേക്കുള്ള വഴി ശ്രീനിലയത്തുകാര് കെട്ടിയടച്ചിരിക്കുന്നത് അവിടെ ഇരുന്നാൽ കാണാം. ആര്യകത്തെ മുതിർന്ന സ്ത്രീജനത്തിന്റെ കടമയായിരുന്നു അവിടെ വിളക്ക് വെക്കുക എന്നത്. പുറത്താകുന്ന ദിവസങ്ങളിലൊഴികെ കാവിലെ കൽമണ്ഡപത്തിൽ വിളക്ക് തെളിയണമെന്നതാണ് പണ്ട് മുതൽക്കേയുള്ള ആചാരവും വിശ്വാസവും. തറവാട്ട് സ്വത്തുക്കൾ ഭാഗം വെച്ച സമയം കാവിരിക്കുന്ന ഭാഗവും ഈ വീടും അച്ഛന്റെ പേരിലേക്കായപ്പോൾ അമ്മയ്ക്കായി അതിന്റെ ചുമതല. അമ്മയുടെ കാലശേഷം തന്നിലെത്തി നിന്നിരുന്ന ആ ചടങ്ങാണ് ജയിലിലായതോടെ മുടങ്ങിപ്പോയത്. അവൾ ഒരു ദീർഘനിശ്വാസത്തോടെ മഴയിലേക്ക് കണ്ണെറിഞ്ഞു. മണ്ണിൽ പലവിധ കോലങ്ങളും തീർത്ത മഴത്തുള്ളികൾ ഒടുവിൽ ഒന്നായി ചേർന്ന് തൊടിയുടെ തെക്കേ അതിരിലേക്ക് ഒഴുകി പോകുന്നത് നോക്കിയിരിക്കെ പണ്ട് ആ മഴവെള്ളത്തിൽ കടലാസ് വഞ്ചികൾ തീർത്ത 3-4 കുഞ്ഞു രൂപങ്ങൾ അവളുടെ മനസ്സിൽ തെളിഞ്ഞു. അനന്തേട്ടനും താനും, വല്യച്ഛന്റെ മക്കളായ അരുണേട്ടനും ശ്യാമിലിയും, അപ്പച്ചിയുടെ മക്കളായ വിഷ്ണുവേട്ടനും വൈശാഖിയും, പിന്നെ അയൽവക്കത്തെ ജാസ്മിനും ദേവേട്ടനും വിശ്വേട്ടനും, ദേവേട്ടന്റെ അനിയത്തി നീലിമയും, അവരെ കൂടാതെ കൊയ്യാരത്തെ ശ്രീജിത്തും ശ്രീനിലയത്തിലെ സജീവനും. കൊറ്റങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്ന നാരായണൻ നമ്പൂതിരിയുടെ മകനായിരുന്നു ശ്രീജിത്ത്. കാവിലെ പൂജാകർമ്മങ്ങൾ ചെയ്തിരുന്നതും ശ്രീജിത്തിന്റെ അച്ഛനായിരുന്നു. ഒരേ പ്രായക്കാരായിരുന്ന താനും ജാസിയും വൈശാഖിയും നീലിമയും തങ്ങളെക്കാൾ ഒരു വയസ്സ് പ്രായക്കൂടുതലുള്ള ശ്യാമിലി ചേച്ചിയുമായിരുന്നു അന്നത്തെ ഒരു സെറ്റ്. അതിൽ ശ്യാമിലി ചേച്ചിയായിരുന്നു ഗുരു. ഏട്ടനും അരുണേട്ടനും വിശ്വേട്ടനും ദേവേട്ടനും ശ്രീജിത്തും സജീവനുമൊക്കെ ഒരേ പ്രായക്കാരായിരുന്നെങ്കിലും അപ്പച്ചിയുടെ മൂത്ത മകനായ വിഷ്ണുവേട്ടന് അവരെക്കാൾ ഒരു വയസ്സിന്റെ മൂപ്പുണ്ടായിരുന്നു. ഒരേപോലെ കഴിഞ്ഞിരുന്ന സംഘത്തിന്റെ ഐക്യവും കളങ്കമില്ലാത്ത ഹൃദയബന്ധവും വളർന്നു വന്ന വഴിയിൽ എവിടെയോ വെച്ച് കൈമോശം വന്നുപോയി. വീട്ടിൽ ചെല്ലുമ്പോഴും വഴിവെക്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴും മാത്രമുള്ള ഭംഗി വാക്കുകളിൽ ഒതുങ്ങിപ്പോയിരുന്നു ആ ബന്ധങ്ങൾ. കൂട്ടത്തിൽ വൈശാഖി മാത്രമാണ് പഴയ അടുപ്പം കാത്തു സൂക്ഷിച്ചിരുന്നത്. അതിന്റെ കാരണം പിന്നീടാണ് മനസ്സിലായതെന്ന് മാത്രം. രക്തബന്ധങ്ങൾ അകന്നു പോയെങ്കിലും സൗഹൃദത്തിന്റെ കണ്ണികൾ വളരും തോറും കുറെ കൂടി മുറുകുകയായിരുന്നു. ശ്രീനിലയത്തിലെ സജീവന് കൂട്ടു പക്ഷേ അരുണേട്ടനോടും വിഷ്ണുവേട്ടനോടുമായിരുന്നു. കൂട്ടത്തിൽ മറ്റാരോടും തോന്നാത്തവരടുപ്പം ദേവേട്ടനോട് തോന്നി തുടങ്ങിയത് ഏത് പ്രായത്തിലായിരുന്നു എന്ന് പോലും ഓർമ്മയില്ല. കൗമാര സ്വപ്നങ്ങളിലെ കാമുക സങ്കല്പത്തിന് കല്ലാട്ടെ ദേവനന്ദന്റെ രൂപം കൊത്തിവെച്ച മനസ്സിനെ ശാസിച്ചു നിർത്താൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പാഴായിപ്പോയി. ഒരു പക്ഷേ അനന്തേട്ടനെ പോലെയോ അതിലൊരു പടി മുകളിലോ ദേവേട്ടൻ തന്നോട് കാണിച്ചിരുന്ന കരുതലാകാം ആ അടുപ്പത്തിന്റെ തുടക്കം കുറിച്ചത്. തിരിച്ചതുപോലെ എന്തൊക്കെയോ ആ മനസ്സിലും ഉണ്ടായിരുന്നു എന്നത് ആ കണ്ണുകളിലെ തിളക്കം പലതവണ പറയാതെ പറഞ്ഞു തന്നിട്ടുണ്ട്. പരസ്പരം തുറന്നു പറഞ്ഞിരുന്നില്ലെങ്കിലും ശ്രീഗൗരി ദേവനന്ദന്റെയും ദേവനന്ദൻ ശ്രീഗൗരിയുടെയുമാണെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു അന്ന്. അതിനുവേണ്ടി കൊറ്റങ്കാവിലമ്മയുടെ നടയിൽ വഴിപാടുകളും കഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കുന്നതല്ലല്ലോ വിധി കൈമാറുന്ന വഴികൾ. തകര ഷീറ്റിനെയും തോൽപ്പിച്ച് വരാന്തയിലേക്ക് കാറ്റുകൊണ്ടെത്തിച്ച മഴത്തുള്ളികൾ കാലുകളെ നനക്കാൻ തുടങ്ങിയപ്പോ ശ്രീഗൗരി കാലുകൾ മടക്കി വെച്ച് ഭിത്തിയിലേക്ക് ചാരി. ആഗ്രഹിച്ച ജീവിതം കൈവിട്ടുപോയ സംഭവങ്ങളുടെ എല്ലാം തുടക്കം ഇതുപോലൊരു മുടിയേറ്റിന്റെ അന്നായിരുന്നു. അന്നും ഇതുപോലെ തന്നെ മഴയുള്ള ഒരു ദിവസമായിരുന്നു. ശ്രീഗൗരി ആ ദിവസത്തെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. മഴക്കോൾ ഉണ്ടായിരുന്നിട്ടും നാട്ടുകാരെല്ലാം അമ്പലപ്പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അലങ്കരിച്ച പന്തലിൽ പഞ്ചവർണ്ണപ്പൊടി കൊണ്ട് ഭദ്രകാളി കോലം വരയ്ക്കുന്നിടത്താണ് തിരക്ക്. താലപ്പൊലി എടുക്കാൻ നിന്ന പെൺകുട്ടികൾക്കൊപ്പം നിൽക്കുകയായിരുന്ന ശ്രീഗൗരിയുടെ കണ്ണുകൾ ദേവനെ തിരഞ്ഞുകൊണ്ടിരുന്നു.
വോളണ്ടിയറുടെ ബാഡ്ജും കൊത്തി തിരക്കു പിടിച്ചു പോകുന്നത് ഒരു നോക്ക് കണ്ടായിരുന്നു. പിന്നെ ആളെ കണ്ടില്ല. അരുണേട്ടനും വിഷ്ണുവേട്ടനും ശ്രീനിലയത്തിലെ സജീവന്റെ ഒപ്പം അമ്പലത്തിന്റെ ഓഫീസിന് മുന്നിലെ വരാന്തയിൽ ഇരിപ്പുണ്ട്. സജീവന്റെ തുറച്ചു നോട്ടം കണ്ട ശ്രീഗൗരി പതുക്കെ വൈശാഖിയുടെ പിന്നിലേക്ക് ഒതുങ്ങി. എന്താടി? അവളുടെ താളം ചവിട്ടൽ കണ്ട് വൈശാഖി ചോദിച്ചു. അലവലാതി സജീവൻ. മൂളിയതിനൊപ്പം വൈശാഖി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഏട്ടന്മാരുടെ കൂടെയിരിക്കുന്ന സജീവനെ കണ്ടതും അവളുടെ മുഖത്തും ഒരു നീരസം തെളിഞ്ഞു. ഈ വിഷ്ണുവേട്ടനും അരുണേട്ടനും ഇവനെ അല്ലാതെ വേറെ ആരെയും കൂട്ടിന് കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. തന്റെ ഇഷ്ടക്കേട് പ്രകടിപ്പിച്ചുകൊണ്ട് അവൾ ഗൗരിക്ക് മറയായി നിന്നു. അവന് പണ്ടേ നിന്റെ ഒരു നോട്ടം ഉണ്ട് കച്ചു, അറിയാം. ഗൗരിയുടെ ചുണ്ടുകൾ ഒന്ന് കോടി. ഇങ്ങ് വരട്ടെ അവൻ. ഇടികിപ്പി. നീലിമയായിരുന്നു വിളിച്ചത്. കളം വരക്കുന്ന പന്തലിനടുത്തു നിന്നും അവൾ കൈ വീശിക്കാട്ടി. വൈശാഖിക്കും വീട്ടുകാർക്കുമൊക്കെ ഗൗരി ഗച്ചു ആണെങ്കിൽ നീലുവിന് അവൾ ഗപ്പിയാണ്. വീട്ടിൽ ഫിഷ് ടാങ്കിൽ ഗപ്പികളുടെ വലിയൊരു ശേഖരം തന്നെയുണ്ട് ഗൗരിക്ക്. ഗപ്പികളെ എവിടെ കണ്ടാലും അതിന്റെ വാലിന്റെ നിറങ്ങൾ നോക്കി അവൾ വാങ്ങുകയും ചെയ്യും. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഗപ്പികളോടുള്ള ഇഷ്ടം മൂത്ത് ഭ്രാന്തായി പോയതാണ് എന്നാണ് നീലുവിന്റെ ഭാഷ്യം. അങ്ങനെ അവൾ കനിഞ്ഞു നൽകിയ പേരാണ് ഗപ്പി. നീലു അല്ലാതെ വേറെ ആരാ പേര് വിളിച്ചാലും അവരൊക്കെ അവളുടെ വിരലുകളിലെ നഖത്തിന്റെ മൂർച്ച അറിയുകയും ചെയ്യും. എന്തുവാ നാത്തൂനും കൂടി ഒരു നർമ്മസല്ലാപം? അടുത്തേക്ക് വന്ന ഉടനെ നീലു വാ തോരാതെ സംസാരിക്കാൻ തുടങ്ങി. നാത്തൂനോ? എന്തോന്നാടിയത്? കല്യാണാലോചനകൾ വരാൻ തുടങ്ങിയപ്പോ നിന്റെ റിലേ പോയോ? വൈശാഖി നീലുവിനെ നോക്കി കണ്ണടച്ച് കാട്ടിയത് നീലുവിന്റെ പുതിയ സെറ്റുമുണ്ടിന്റെയും ഭംഗി നോക്കുന്നതിനിടയിൽ ഗൗരി കണ്ടില്ല. ഇത് പുതിയതാന്നോടി? ഉത്സവം പ്രമാണിച്ച് ഏട്ടന്റെ വക. നീലു ഏട്ടനെ കുറിച്ച് പറഞ്ഞത് കേട്ട് ഗൗരിയുടെ കണ്ണൊന്നു തിളങ്ങിയത് മറ്റാരും ശ്രദ്ധിച്ചില്ലെങ്കിലും വൈശാഖി കണ്ടുപിടിച്ചു. അവളുടെ ചുണ്ടിൽ ഒരു ചെറു ചിരി തെളിയുകയും ചെയ്തു. വാളണ്ടിയർ ആണെന്ന് പറഞ്ഞിട്ട് നിന്റെ പുന്നാരേട്ടനെ കണ്ടില്ലല്ലോ? അവൾ ചോദിക്കുകയും ചെയ്തു. ഏട്ടനും വിശ്വേട്ടനും ആ കോലം കെട്ടുന്നിടത്തുണ്ടെന്നേ. ഇന്ന് സജീവേട്ടനും കോലം കെട്ടുന്നുണ്ടത്രേ. അതിന് നമ്പൂതിരിമാര് കോലം കിട്ടുവോ? ഗൗരി ആശ്ചര്യപ്പെട്ട് കണ്ണുകൾ മേൽപോട്ടാക്കി. അങ്ങേർക്ക് ഈ തെയ്യങ്ങളുടെ ഒക്കെ ചെറിയൊരു അസ്കിത പണ്ടേ ഉണ്ടല്ലോ. മൂപ്പരുടെ അപ്പൻ തിരുമേനിക്ക് ഇതൊന്നും ഇഷ്ടമല്ലേലും ആള് വകവെക്കാറില്ല. നമുക്ക് അങ്ങോട്ട് പോയാലോ? പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആവേശമൽപ്പം കൂടിപ്പോയോ എന്നൊരു സംശയം ഗൗരിക്ക് തന്നെ തോന്നിയത്. നോക്കുമ്പോ വൈശാഖി കണ്ണുകൾ ചൊളിച്ചു നോക്കുന്നുണ്ട്. അവൾ ചുമ്മാ ഒന്ന് ഇളിച്ചു കാട്ടി. ആലപ്പുല തുടങ്ങാൻ ഇനി സമയമുണ്ടല്ലോ, അതാ. പ്രകടിപ്പിച്ച ആഗ്രഹത്തിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശവുമില്ല എന്ന് സമർത്ഥിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കിയതാ ഗൗരി. പക്ഷെ ചീറ്റിപ്പോയി. സംശയം വിട്ടുമാറാത്ത മുഖവുമായി വൈശാഖി ഒരേ നിൽപ്പ്. ശ്യാമേച്ചി വന്നിട്ട് അമ്പലത്തിലേക്ക് കണ്ടില്ലല്ലോടി? ഗൗരി വിഷയം വഴിവിട്ട് തിരിച്ചുവിടാനൊന്ന് നോക്കി. ഓ, പുള്ളിക്കാരത്തേക്ക് ഇപ്പോ ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവങ്ങളൊന്നും അത്ര പോരാ. അങ്ങ് ആസാമിലെ ഉത്സവങ്ങളെ പിടിക്കൂ. ചോദിച്ചാല് ഏതൊക്കെ ഉത്സവങ്ങളുടെ വായിക്കൊള്ളാത്ത പേരൊക്കെ പറയുന്ന കേൾക്കാം. വൈശാഖി മുഖം ചുളിച്ച് ഗോഷ്ടി കാട്ടി. വിമലേട്ടനും വന്നിട്ടുണ്ടോ? ഇതെന്ത് ചോദ്യ നീലോളെ? വൈശാഖിയുടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചും കൊണ്ട് ഗൗരി ചിരിച്ചു. അടുത്ത ആഴ്ച നമ്മുടെ വൈശുവിന്റെ കല്യാണമല്ലേ? അപ്പൊ കെട്ടിയോളും കെട്ടിയനും വരാതിരിക്കോ? ഒന്നുമില്ലേ, അവളുടെ വല്യമ്മാവന്റെ മോളും മരുവനും അല്ലേ? ഓ. വൈശാഖി വീണ്ടും ഇഷ്ടപ്പെടാത്ത മട്ടിൽ ചുണ്ടുകൾ കൂർപ്പിച്ചു. എന്തൊന്നാടി നിനക്കൊരു ഇടം തിരിവ്? ഗൗരിയും അതിനൊപ്പം കണ്ണുകൾ ചുരുക്കി. എന്തിടം തിരിവ്? കല്യാണം കഴിഞ്ഞാ പിന്നെ ഈ നാട് വിട്ടു പോകണ്ടല്ലോന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. ഓ, ശ്യാമേച്ചി ഇപ്പോ ആസാമിലെ ഉത്സവങ്ങളെ പറ്റിയാ പറയുന്നല്ലേ? നീ അടുത്ത കൊല്ലം ഓസ്ട്രേലിയയിലെ ഉത്സവങ്ങളെ പറ്റിയാവും പറയുക. പിന്നെ അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവളല്ല മോളെ ഈ വൈശാഖി. നീ ഇത്ര വിസ്തരിക്കാനായിട്ട് നിന്റെ ഏട്ടനെ ഉത്സവമായിട്ട് വന്നില്ലല്ലോ. ഇവിടെ നിന്ന് 3 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ എറണാകുളത്തേക്ക്. ഇപ്പൊ വന്നാല് പിന്നെ അനന്തേട്ടന്റെ കല്യാണത്തിന് ലീവ് കിട്ടില്ലത്രേ. അതൊരു പ്രൈവറ്റ് കമ്പനി അല്ലേടി? ശനിയാഴ്ച വൈകുന്നേരത്തൊന്നാ പറഞ്ഞിരിക്കുന്നേ. വൈശാഖി എന്തോ ഇഷ്ടപ്പെടാത്ത മട്ടിൽ ഒന്ന് മൂളി. എന്താണ് കുളക്കോഴീസ്, കാലം ഇതുവരെ തുടങ്ങിയില്ലേ? ജാസ്മിന്റെ ശബ്ദം കേട്ട് മൂവരും ഒരുമിച്ചാണ് തിരിഞ്ഞത്. ജാസി, നീ ഒറ്റയ്ക്കേ ഉള്ളൂ? നീലുവാണ് ചോദിച്ചത്. ഉമ്മച്ച ഉപ്പയുണ്ട്. രണ്ടും കൂടി വളവളൊക്കെ നോക്കിക്കൊണ്ട് ആ വളക്കഴയുടെ മുന്നിൽ നിൽപ്പുണ്ട്. പിള്ളേരല്ലേ, ഞാൻ ചിലപ്പം നിന്നോട്ടെ എന്ന് കരുതി ഞാനിങ്ങോട്ട് മാറിയതാ. നിന്റെ നിക്കാഹും ഏതാണ്ടൊക്കെ ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ മുത്തേ? യെസ്, വയ്യ, മടുത്തു.
വായി നോട്ടം ഒരു കലയാന്നേലും എത്രയാന്ന് വെച്ചാ നീലു. അതുകൊണ്ട് ഇനി ആ ദുബായ്ക്കാരന്റെ ബീവിയായിട്ടങ്ങ് കഴിയാന്ന് വിചാരിച്ചു. അതെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. താലപ്പിൽ എടുക്കാൻ വന്നവരൊക്കെ രണ്ടു വരിയായിട്ട് നിൽക്കുക കേട്ടോ. വിശ്വേട്ടന്റെ നിർദ്ദേശം കേട്ടതും കൂട്ടം കൂടി നിന്നിരുന്ന പെൺപിള്ളേരൊക്കെ രണ്ടു വരിയായി നിരന്നു നിന്നു. അതോടെ വരാന്തയിലും പന്തലിനും അടുത്തൊക്കെ നിന്നിരുന്ന ആൺപിള്ളേരും ഉഷാറായി. താലത്തിന് വേണ്ട പാത്രങ്ങളും പൂവും എണ്ണയും തിരിയുമൊക്കെയായി കുറെ കമ്മിറ്റിക്കാരും അങ്ങോട്ടേക്കെത്തി. കൂട്ടത്തിൽ ഗൗരി കണ്ടു. എണ്ണ നിറച്ച ക്യാനുമായി നടന്നു വരുന്ന കല്ലാട്ട ദേവനന്ദൻ. ഒരു വശം കൃഷ്ണന്റെയും രാധയുടെയും എംബ്രോയിഡറി ചെയ്ത കടുനീല ഷർട്ടും അതിന് ചേർന്ന കരയുള്ള മുണ്ടുമുടുത്തു വരുന്നവനിൽ അവളുടെ കണ്ണുകൾ ഒരുങ്ങിക്കിടന്നു. ഒപ്പം ആ മനസ്സും. രഥത്തിൽ എഴുന്നള്ളിയ കൊറ്റങ്കാവ് ഭഗവതിക്ക് അകമ്പടി സേവിക്കാൻ നാട്ടിലെ സുന്ദരികളായ പെൺകുട്ടികൾ താലവുമായി അണിനിരന്നു നിന്നു. ആ ഘോഷയാത്ര അവിടെ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കുന്നുമേൽ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ചെറിയൊരു കുന്നിൻ മുകളിലുള്ള ക്ഷേത്രമാണ് ഈ ശിവക്ഷേത്രം. ദാരിക നിഗ്രഹത്തിന് മുന്നേ ദേവി ചെന്ന് മഹാദേവനോട് അനുഗ്രഹം വാങ്ങുന്നതായിട്ടാണ് സങ്കല്പം. എഴുന്നള്ളി വരുന്ന ദേവിയെ സ്വീകരിക്കാൻ കുന്നുമേൽ ദേവൻ ആനപ്പുറത്ത് എഴുന്നള്ളി നിൽക്കുന്നുണ്ടാകും. അനുവാദവും അനുഗ്രഹവും വാങ്ങാൻ വരുന്ന ദേവിയെ അവലും മലരും ശർക്കരയും തേങ്ങയും വെച്ച് സ്വീകരിക്കുന്ന ദേവൻ അനുഗ്രഹിച്ച് പറഞ്ഞയക്കും. ഭഗവതിയെയും ആനയിച്ചുകൊണ്ട് താലം തിരികെ എത്തുമ്പോഴേക്കും കളം പൂജയും കളം പാട്ടും തിരിയൊഴിച്ചിലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. താലപ്പൊലി തിരികെ അമ്പലത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഉടനെ കളം വായിക്കും. അതിനുശേഷമാണ് ദാരിക നിഗ്രഹം മുടിയേറ്റ് തുടങ്ങുന്നത്. എണ്ണ നിറച്ച ക്യാനുമായി ദേവനന്ദൻ വരുന്നത് കണ്ടപ്പോ തൊട്ടടുത്ത് നിന്നിരുന്ന വൈശാഖിക്ക് സംശയമൊന്നും തോന്നാത്ത വിധത്തിൽ ശ്രീഗൗരി അല്പം മുന്നിലേക്ക് കയറി നിന്നു. സമയമെടുത്ത് അണിഞ്ഞൊരുങ്ങിയതിന്റെ ഫലം അവന്റെ കണ്ണുകളിൽ കാണുകയെന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ സമയത്താണ് താലവുമായി നിന്നിരുന്ന പെണ്ണുങ്ങൾക്കിടയിൽ കൂടി സജീവൻ ദേവനന്ദന്റെ അടുത്തേക്ക് എത്തിയത്. സജീവൻ വട്ടം കയറി നിന്നപ്പോ ദേവനന്ദന്റെ മുഖം അവളുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞുപോയി. ഇയാൾക്കെന്ത് ഇവിടെ കാര്യം? തൊട്ടടുത്തു നിന്നും പിറുപിറുത്ത ശ്രീഗൗരിയെ വൈശാഖി മുട്ടുകൈ കൊണ്ട് തിക്കി. എന്താടി നിന്റെ മുഖത്തൊരു വൈക്ലഭ്യം? എന്തുവാ? ഉള്ളിലെ നിരാശ വെളിയിൽ കാട്ടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവൾ വൈശാഖിയെ നോക്കി മുഖം ചുളിച്ചു. ഞാൻ കരുതി ആ സജീവൻ വന്നു നിന്നപ്പോ ദേവേട്ടനെ കാണാൻ പറ്റാത്തത് കൊണ്ടുള്ള മനോവേദനയാന്ന്. സൂക്ഷിക്കുക ഗൗരി, അവൾ ഇളക്കാൻ ശ്രമിക്കുകയാ, പിടികൊടുക്കല്ലേ. മനസ്സ് താക്കീത് കൊടുത്തു ശ്രീഗൗരിക്ക്. എന്തൊന്നാടി പിള്ളേരെ എന്റെ ഏട്ടനെ പറ്റി രണ്ടും കൂടെ കുശുമ്പ് പറയുന്നേ? നീലുവിന്റെ ചോദ്യവും കൂടി വന്നതോടെ വൈശാഖി അവളുടെ നേരെയായി. ഇടി നീലു, നിന്റെ ഏട്ടനെ നമ്മുടെ ഗേച്ചുവിനോട് എന്തോ ഒരു ഇതില്ലേ? ഏത്? നീലു വാ പൊളിച്ച് വൈശാഖിയെ നോക്കി. അവളെ ഒന്ന് കണ്ണടച്ച് കാട്ടിയിട്ട് വൈശാഖി തുടർന്നു. ആ, നമ്മളോട് ആരോടും ഇല്ലാത്ത, എന്തിന് സ്വന്തം അനിയത്തിയായ നിന്നോട് പോലും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ കെയറിങ് ഇവളുടെ നേരെയില്ല എന്നത് എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു സംശയമാ. ദേവിച്ചു, വെറുതെ വേണ്ടാത്തൊന്നും പറയില്ലട്ടോ. വൈശാഖിയുടെ ആ പറച്ചിലിൽ ചുവന്നുപോയ മുഖവും ഉള്ളിലെ ആഗ്രഹവും അവരിൽ നിന്നും മറച്ചുവെക്കാൻ ശ്രമിച്ചുകൊണ്ട് ശ്രീഗൗരി കലമ്പി. അല്പം അകലെയായി ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുന്ന ജാസ്മിൻ കൗതുകത്തോടെ മൂന്നും കൂടിയുള്ള സംസാരം നോക്കി നിൽക്കുന്നുണ്ട്. മാറി നിൽക്കടാ അങ്ങോട്ട്. അതിനിടയിലായിരുന്നു ദേവനന്ദന്റെ അലർച്ച കേട്ടത്. അങ്ങോട്ടേക്ക് നോക്കി അവർ കണ്ടത് സജീവന്റെ കോളറിൽ പിടിച്ച് അവനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്ന ദേവനെയാണ്. കാലിടറിയ സജീവൻ വീഴാതിരിക്കാൻ കയറി പിടിച്ചത് തൊട്ടടുത്ത് താലവുമായി നിന്നിരുന്ന ഒരു പെണ്ണിനെയായിപ്പോയി. അവളുടെ സാരിയുടെ മുന്താണി അഴിഞ്ഞ് അവന്റെ കയ്യിലായി. ദൈവമേ, അതാ കണ്ടം കോളനിയിലെ പെണ്ണല്ലേ? നീലിമ ചോദിച്ച നാവ് വായിലേക്കിട്ടില്ല. അതിനു മുന്നേ അടി പൊട്ടിക്കഴിഞ്ഞിരുന്നു. ആ പെൺകൊച്ചിന്റെ അടി കൊണ്ട് തല കുടഞ്ഞ സജീവനെ ദേവൻ വലിച്ചു പൊക്കി പെൺപിള്ളേരുടെ ഇടയിൽ നിന്നും പുറത്തേക്കിട്ടു. മുണ്ടും മടക്കി കുത്തി പുറകെ ചാടിയ ദേവൻ സജീവനെ കുനിച്ചു നിർത്തി ഇടിക്കുന്നത് കണ്ട് വൈശാഖി വായിൽ വിരൽ വെച്ച് വിസലടിച്ചു. ധാരിക വധത്തിന് മുന്നേ എല്ലാ കൊല്ലമുള്ള സജീവൻ വധം ഈ കൊല്ലം കണ്ടില്ലല്ലോ എന്ന് ഓർത്തതേയുള്ളൂ. പാതി കളിയായും പാതി ഏട്ടനോടുള്ള പരിഭവം നിറച്ചുകൊണ്ട് നീലു പറയുമ്പോ തല്ലുണ്ടാക്കുന്ന ദേവനോടുള്ള പരിഭവം ഗൗരിയുടെ മുഖത്തും തുളുമ്പി നിന്നു. എനിക്കുള്ളത് ഇങ്ങോട്ട് തന്നേക്കെന്നും പറഞ്ഞ് അവൻ ചെന്ന പിന്നെ ദേവട്ടൻ എന്ത് ചെയ്യാനാ? ദേവനെ ന്യായീകരിച്ചും കൊണ്ട് വൈശാഖി അടി കാണാനായി എത്തി നോക്കി. സജീവന്റെ കൂട്ടത്തിൽപ്പെട്ട ചിലരൊക്കെ രംഗം കൊഴിപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അതോടെ ദേവന്റെ സഹായത്തിനായി പാർട്ടിയിലെ പിള്ളേരും എത്തി. അരുണേട്ടനും വിഷ്ണുവേട്ടനും ആ കൂട്ടത്തിലില്ലല്ലോടി. ശ്രീഗൗരി ആശങ്കയോടെ വൈശാഖിയെ നോക്കി. അത് പിന്നെ നമ്മുടെ ഏട്ടന്മാരല്ലേ, അടി ഉള്ളിടത്ത് ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ.
പക്ഷെ അനന്തേട്ടനുണ്ടായിരുന്നെ രംഗം ഒന്നുകൂടി കളറായേനെ. ഗൗരിയുടെ തോളത്ത് കൈ താങ്ങി എത്തിക്കുത്തി നോക്കിക്കൊണ്ടാണ് വൈശാഖിയുടെ അഭിപ്രായ പ്രകടനം. അടി നടക്കുന്ന സ്ഥലത്തു നിന്നും പൊടി ഉയരുന്നത് അമ്പലപ്പറമ്പിലെ ട്യൂബ് ലൈറ്റുകളുടെ വെളിച്ചത്തിൽ തെളിഞ്ഞു കാണാം. പിടിച്ചു മാറ്റാൻ ഓടുന്നവരുടെ കൂട്ടത്തിൽ വിശ്വട്ടനെയും കണ്ടു. അങ്ങേര് പിന്നെ സ്വാത്വികനാണല്ലോ. പണ്ട് ചെറുപ്രായത്തിൽ അവരടി കൂടുമ്പോഴും നടുക്കു വീണിരുന്നത് വിശ്വട്ടനായിരുന്നു. അതും ഓർത്തുകൊണ്ട് ഗൗരി നോക്കുമ്പോൾ ഓഫീസ് മുറിയുടെ വരാന്തയിൽ കയറി നിന്ന് അടി ആസ്വദിക്കുന്നവരുടെ കൂട്ടത്തിൽ വിഷ്ണുവേട്ടനും അരുണേട്ടനുമുണ്ട്. ഉയരം കുറഞ്ഞ മോന്തായത്തിലെ കഴക്കോലിൽ പിടിച്ചു നിന്നുകൊണ്ട് അവരും അടി കാണുകയാണ്. ഓടിക്കൂടിയവർ ചേർന്ന് ഇരുവിഭാഗത്തെയും പിടിച്ചു മാറ്റിയിട്ടും വെല്ലുവിളികളും ആക്രോശങ്ങളും തുടർന്നും കേൾക്കുന്നുണ്ട്. ഛേ, ഈ ആളുകൾക്കൊന്നും വേറെ പണിയില്ലേ? ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അവർ സമ്മതിക്കില്ല. കാല് നേരെ ചൊവ്വെ നിലത്ത് കുത്തിയിട്ട് വൈശാഖി നിരാശപ്പെട്ടു. നീലു കണ്ണുകൾ ചുരുക്കി അവളെ നോക്കുന്നതിനിടയിൽ ഗൗരി ഒരു പിച്ചും വെച്ചു കൊടുത്തു. എന്തൊന്നടി? കൈ തിരുമിക്കൊണ്ട് വൈശാഖി മുഖം ചുളിച്ചു. പിന്നല്ലാതെ അവരവിടെ കിടന്ന് തല്ലുപിടിക്കുന്നത് കണ്ട് ബാക്കിയുള്ളവരുടെ വിഷമിച്ച് നിൽക്കുമ്പോഴാ അവളുടെ ഒരു... പറയാൻ വന്നത് വിഴുങ്ങിക്കൊണ്ട് ഗൗരി അവളെ തുറച്ചു നോക്കി. എങ്ങനെ? അല്പം നീട്ടി വലിച്ചൊരു ചോദ്യത്തോടെ വൈശാഖി ഗൗരിയെ നേരിട്ടു. നീ കണ്ടില്ലേ ഈ നീലു വിഷമിച്ച് നിൽക്കുന്നേ? ഗൗരി ഉടനെ അത് നീലുവിന്റെ തലയിലേക്ക് ഇട്ട് കൊടുത്തു. എന്തോ മനസ്സിലാക്കിയ മട്ടിൽ വൈശാഖി നീട്ടിയൊന്നു മൂളി. അപ്പോഴേക്കും കമ്മിറ്റിക്കാരെല്ലാം തിരികെ എത്തിയിരുന്നു. കൂട്ടത്തിൽ ദേവനും. യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലുള്ള ആ നിൽപ്പ് കണ്ട് ഗൗരി കണ്ണുകൾ കുറുക്കി. എമ്മാടി സഖാവ്! ആരും കേൾക്കാതെ അവൾ പിറുപിറുത്തു. താലപ്പൊലി കുന്നിന്മേൽ ക്ഷേത്രത്തിൽ ചെന്ന് മഹാദേവന്റെ അനുഗ്രഹം വാങ്ങി തിരികെ എത്തിയതിനു ശേഷം കളം വായിച്ചിട്ട് മുടിയേറ്റ് തുടങ്ങി. ദാരികനെയും ദാനവേന്ദ്രനെയും കൊണ്ട് ദേവന്മാർക്കും മനുഷ്യർക്കുമുള്ള ബുദ്ധിമുട്ടുകൾ നാരദൻ ശിവഭഗവാനെ അറിയിക്കുന്നത് അവതരിപ്പിച്ചുകൊണ്ടാണ് മുടിയേറ്റ് ആരംഭിച്ചത്. വൈശാഖി അപ്പോഴേക്കും അരുണേട്ടനോടും വിഷ്ണുവേട്ടനോടും ഒപ്പം തിരികെ പോയിരുന്നു. സാധാരണ അമ്പലപ്പറമ്പിൽ നിന്നും തല്ലി ഓടിച്ചാലും പോകാത്തവള് അവരുടെ കൂട്ടത്തിൽ പോയതോർത്ത് അല്പമൊരത്ഭുതം ഗൗരിക്ക് തോന്നിയെങ്കിലും മുടിയേറ്റ് തുടങ്ങിയതോടെ അവരുടെ ശ്രദ്ധ അതിലേക്കായി. കാളിയോടൊപ്പം വരുന്ന ഹാസ്യ കഥാപാത്രമായ കൂളിയുടെ വേഷമാണ് കൊയ്യാരത്തെ ശ്രീജിത്ത് കെട്ടിയിരുന്നത്. ആളുകളെ ചിരിപ്പിക്കുന്നതിൽ പണ്ടേ മിടുക്കനായ ശ്രീജിത്ത് ആ രംഗം രസകരമാക്കി. തുടർന്ന് കാളിയും കൂളിയും ദാരിക ദാനവേദനന്മാരുമായി അതിഘോരമായ യുദ്ധം നടന്നു. ഒടുവിൽ പ്രതീകാത്മകമായി ദാരികനെ നിഗ്രഹിച്ച ഭദ്രകാളിയുടെ മുടി പിഴുതെടുത്ത് ആയുധം നിലത്ത് കുത്തി കലി ശമിപ്പിച്ചതോടെ ആ കൊല്ലത്തെ മുടിയേറ്റിന് അവസാനമായി. ആളുകൾ പിരിഞ്ഞു പോയിട്ടും ശ്രീഗൗരിയും നീലുവും ദേവനന്ദനെ കാത്ത് ഓഫീസിന് മുന്നിൽ തന്നെ നിന്നു. അതിനിടയിൽ അമ്പലപ്പറമ്പിൽ കിട്ടുന്ന പലഹാരങ്ങളിൽ ചിലത് രണ്ടുപേരും വാങ്ങിക്കുകയും ചെയ്തു. ജാസി ഉപ്പയോടും ഉമ്മയോടുമൊപ്പം തിരികെ പോയിരുന്നു. അല്പസമയം കൂടി കഴിഞ്ഞെത്തിയ ദേവനോടൊപ്പമാണ് ശ്രീഗൗരിയും നീലുവും വീട്ടിലേക്ക് മടങ്ങിയത്. തല ഉയർത്തിപ്പിടിച്ച് കൈകൾ വീശി മുന്നിൽ നടക്കുന്നവന്റെ പിന്നാലെ നടക്കുമ്പോൾ നീലുവിന്റെ വാതോരാതെയുള്ള സംസാരത്തിൽ ശ്രദ്ധിക്കുവാൻ ഗൗരിക്ക് കഴിഞ്ഞില്ല. വഴിവിളക്കുകൾ രൂപം നൽകുന്ന അവന്റെ നിഴലിലേക്ക് ചേർന്ന് നടക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. അമ്പലപ്പറമ്പിൽ വെച്ച് അടി കൂടിയത് എന്തിനാണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും നീലു കൂടെ ഉള്ളതുകൊണ്ട് അവൾ ആഗ്രഹമടക്കി. അധികം അകലെയല്ലാതെ എവിടെയോ മഴ പെയ്യുന്നതിന്റെ തണുത്ത കാറ്റ് ഇടയ്ക്ക് വീശുന്നുണ്ടായിരുന്നു. ആര്യകത്തെ ഗേറ്റിനടുത്തേക്ക് എത്തിയതും വഴിക്കണ്ണുമായി വരാന്തയിലെ സ്റ്റൂളിലിരിക്കുന്ന അമ്മമ്മയെ കണ്ടതോടെ നീലു ഗേറ്റ് തുറന്ന് അകത്തേക്കോടി. അമ്പലപ്പറമ്പിൽ നിന്നും വാങ്ങിയ പലഹാരങ്ങളിൽ ഒരു പങ്ക് അമ്മമ്മയ്ക്ക് കൊടുക്കാനുള്ള ഓട്ടമാണത്. ഗൗരി മാത്രമല്ല, നീലുവും വൈശാഖിയും ജാസിയും അമ്മമ്മയുടെ ചങ്കുകളാണ്. ഗൗരിക്ക് കയറാനായി ദേവൻ ആ ഗേറ്റ് ഒന്നുകൂടി തുറന്നു പിടിച്ചു. എന്തിനാ ഇന്ന് തല്ലുണ്ടാക്കിയേ? അവനെ കടന്ന് മുൻപിലേക്ക് കയറിയ ഗൗരിയുടെ ചോദ്യത്തിൽ കുറുമ്പ് നിറഞ്ഞിരുന്നു. ഏട്ടന്മാരുടെ കൂട്ടുകാരനെ തല്ലിയത് ആര്യകത്തെ ഗൗരിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? കുസൃതി നിറഞ്ഞ ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ ഗൗരി നെറ്റി ചൊളിച്ചു. അയാളിന്റെ ആരാ? ദേവേട്ടൻ തല്ലുണ്ടാക്കിയതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞേ? അതും പറഞ്ഞിട്ട് മുഖം വെട്ടിച്ച് തിരിഞ്ഞു നടന്നവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. അവൾ പറഞ്ഞിട്ട് പോയ വാക്കുകളിൽ കുരുങ്ങി ആ ഇടവഴിയിൽ നിന്ന ദേവന്റെ ചുണ്ടുകളും അപ്പോൾ ചിരിച്ചു, ഒപ്പം ആ കണ്ണുകളും. തുടരും. പ്രിയ പ്രണയിനെ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്
See you soon.